നമസ്കാരം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ എന്ത് ചെയ്തിട്ട് യൂട്യൂബിലൊരു വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്, നോമ്പുള്ള ദിവസമാണ്. അപ്പോൾ ഞാനും കുഞ്ഞിക്കാക്കയാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിക്കാക്കിയുമ്പാടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇത് സ്ഥലം ഞാൻ പറഞ്ഞിരുന്നില്ല, അടിപൊളി സ്ഥലം കാട്ടി കൊടുക്കും കേട്ടോ. സ്ഥലം കാട്ടി കൊടുക്കും, സ്ഥലത്തിലാണ്. അപ്പോൾ ഇനി അപ്പോൾ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ വന്നാണ്. അപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്നെ കിട്ടുന്നുണ്ടോ? 1x അല്ലേ കുറച്ച് എടുത്തിട്ടുണ്ട്, ഇന്നെ കിട്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്ത എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ്. മതി, സന്തോഷ വാർത്ത എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, അതായത് എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിൽ 20K ഫോളോവേഴ്സായി. അതായത് വെറും എനിക്ക് തോന്നുന്നു ഒരു 28 ദിവസം അല്ലെങ്കിൽ 25 ദിവസം മുൻപ് വരെ വെറും 1000-1500 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു പേജാണ്. അതെന്തായി 20K ഫോളോവേഴ്സായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം അങ്ങനെ പിന്നിപ്പോൾ എന്താ പറയാനുള്ളത്? പിന്നെന്താ കുഞ്ഞാക്ക് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 2K സബ്സ്ക്രൈബേഴ്സ് ആകാനായി. അപ്പോൾ അതിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നോമ്പുറക്കാൻ ഇനി കുറച്ച് 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു സ്ഥലത്ത് വന്നത്. കാരണം സംഭവം തെറ്റായില്ലേ? അപ്പോൾ അങ്ങനെ 20K ചെക്കം ചാടിപ്പോണോക്ക്. സൂപ്പർമാൻ സൂപ്പർമാൻ സൂപ്പർമാൻ. അവിടെ ആളുണ്ട്. ഉണ്ടല്ലേ? അപ്പം അങ്ങനെയാണ്. അപ്പം 20K ആയ സന്തോഷം എല്ലാവരോടും പങ്കുവെക്കാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ സ്ഥലം പറയണതേ, നമ്മള് അന്ന് ഒരു ദിവസം രാത്രി വന്നിട്ട് ഇവിടെ കോഴി ചൂടാൻ വന്നിനി. നമ്മളെ ഷാമില്ലേ, ഷാമിന്റെ ഫാം ഉണ്ട് ഇവിടെ, കോഴി ഫാം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാത്രി കോഴി ഫാമിൽ നിന്ന് കോഴിയൊക്കെ എടുത്തിട്ട് ഇവിടെ ചൂടാൻ വന്നിനി. ഞാൻ, അജിത്ത്, കണ്ണന്, അരവിന്ദ്, എല്ലാവരും ഇവിടെ. അതേപോലെ ഹനാൻഷാന്റെ ഒരു എന്തായാലും പറയാ ഗസ്റ്റ് ഹൗസോ, ഹനാൻഷാന്റെ വ്ളോഗിൽ കണ്ടോൽക്ക് അറിയിക്കാരം, ഒരു ഗസ്റ്റ് ഹൗസ് പോലൊരു സാധനം ഉണ്ട്. അതും ഇവിടേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. ഏതായാലും ഇനി അങ്ങോട്ട് വ്ളോഗ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ചെറുതിന് കുറേ ബിസി ആയി പോയി. അപ്പോൾ എന്തായാലും ഇനി മുതൽ കണ്ടിന്യൂസ് വ്ളോഗ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് വർക്ക് ഉണ്ട്, ഇനി അത് ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടാണ് ഇനി വന്നത്, കുറച്ച് ഡിലേ വന്നത്. അവിടെ ഒരാളിങ്ങനെ നീന്തലുണ്ട്. അവിടെ ആരോ നീന്തി പോണാക്കണേ. നല്ല ആയം തോന്നില്ലേ അവിടെയൊക്കെ. അങ്ങനെ പിന്നെ ചാടോ? ഇത് നീന്തിയോ? നീന്തൂർ ദിവസം നമുക്കിട്ട് വരണം കേട്ടോ, തോർത്തൊക്കെ എടുത്തിട്ട്. നല്ല രസമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. പെരക്കരയെ കൊണ്ടൊക്കെ വന്നുകൊണ്ട് കുറച്ചൊരു ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. സ്ഥലം എവിടെയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പറഞ്ഞു കൊടുക്കണോ? പൂള് ഞങ്ങൾ ഇവിടുന്ന് വെച്ചുണ്ടാക്കിനി. ഇത് ഞങ്ങൾ വെച്ചുണ്ടാക്കിന്റെ പാടാ. കുറച്ചായി ഈ കാണുന്ന ചാരം ഇവിടെ. അപ്പൊ നല്ല സ്പോട്ടാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിലെ നല്ല വൈബ്. സൂര്യൻ അവിടെ ഉണ്ട്, ഇനി പോയി. അങ്ങനെ അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ വ്ളോഗാണ്. ചക്കന്മാര് നോക്കണ്ടല്ലോ അവിടുന്ന്. ഏതാണ് ഈ ചങ്ങായി ഫോണും പിടിച്ച് എന്താ കാട്ടു നോക്കിക്കാരി കാട്ടുന്നവിടെ കാണൂലല്ലേ. അങ്ങനെ ഭായിമാരാണ് കേട്ടോ അത്, ആ വള്ളത്തിൽ ചാടണതേ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഇതെന്താ വെച്ചാൽ, ഞാൻ ഇന്ത്യ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ എടുത്തിടലാണ് വ്ളോഗായിട്ട്. അപ്പം ഇന്ന ടൈപ്പ് സാധനങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റിലൊക്കെ സജസ്റ്റ് ചെയ്യും. നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കുറച്ച് ദിവസം വ്ളോഗ് വരാത്തതിന് മെയിൻ റീസൺ അറിയണത് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് ഇനി, അതാണ്. അപ്പോൾ ഏതായാലും ഏതായാലും ഇനി മുതലാണ്ട് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഏകാന്തമായ സന്ധ്യയിൽ ആരോടോ മെസ്സേജ് അയക്കുന്ന കുഞ്ഞിക്കാക്ക. നല്ലൊരു ഇതാട്ടത്. അപ്പം അങ്ങനെ
നല്ല രസമുള്ള സ്പോട്ട്. ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിലത്തെ വോയിസ് മാത്രം ഇങ്ങനെ കേട്ട് നോക്കിട്ടോ. കുറച്ച് ഷോട്ട് തരാം, ബാക്ക്ഗ്രൗണ്ട് ഷോട്ട്. കിട്ടിയില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഷോട്ട് കിട്ടിയില്ലേ? അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വ്ളോഗ് ഇട്ടപ്പോൾ. ചെറിയൊരു വീഡിയോ കാരണം ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാക്കണേ കാലിന് നല്ല മറ്റേ ഇതിനെന്താ പറയുക കുഞ്ഞാക്ക, മീൻ ഇതാക്കണേന് ഉണ്ടോ? മീനിൻ്റെ കാലിൻ്റെ അടുത്ത് കൂടെ മീൻ വേണമുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? കടിക്കണല്ല, ആരും മസാജ് തരുന്നില്ല കാലിന്. അപ്പം അങ്ങനെ കാലും വെള്ളത്തിലിട്ട് പുഴയോര കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞിതാക്കുണ്ട് അവിടെ വെച്ച് കുഞ്ഞാക്കി ഇരിക്കുന്നുണ്ട്.